അങ്ങനെ പറശ്ശിനിക്കടവന്ന് ചോറൊക്കെ കഴിച്ച് വന്ന് കുറച്ച് സമയം നല്ല അടിപൊളിയായിട്ട് ഉറങ്ങണം എന്ന് വിചാരിച്ചു. പക്ഷേ ഒട്ടും എൻ്റെ മോൾ സമ്മതിച്ചില്ല. ആളൊട്ടും ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ അധികം സമയം കളയാണ്ട് നമുക്ക് ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങാമെന്ന് വിചാരിച്ചു. ഞാൻ കുറേ ദിവസമായിട്ടുണ്ടായിരുന്നു, കുറേ ദിവസം എന്നല്ല, ശരിക്കും പറഞ്ഞാൽ കുറച്ച് മാസമായിട്ടുണ്ടായിരുന്നു ബിരിയാണി കഴിച്ചിട്ട്. അതുകൊണ്ട് എന്നാൽ പിന്നെ ഇന്ന് ബർത്ത്ഡേ ആയിട്ട് നമുക്ക് ബിരിയാണി ഉണ്ടാക്കി ആഘോഷിക്കാമെന്ന് വിചാരിച്ച് ഞാൻ ആദ്യമേ ലിസ്റ്റ് ചെയ്ത് വെച്ചായിരുന്നു ഒരു ബിരിയാണി ഉണ്ടാക്കണമെന്ന്. അപ്പോൾ പിന്നെ കുട്ടപ്പം വന്ന് എല്ലാം കഴിഞ്ഞ് സംസാരിച്ചൊക്കെ കഴിഞ്ഞപ്പോൾ സാറിൽ നമുക്കൊരു കേക്കും കൂടെ മുറിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ കേക്ക് പ്ലാനിലില്ലാത്ത കാര്യമായിരുന്നു, പക്ഷെ അതും കൂടി സംഭവിച്ചു. അങ്ങനെ ഇതാ ഞാൻ നമ്മുടെ ഡെക്കറേഷൻ ആവശ്യമായിട്ടില്ല, നമ്മുടെ കിസ്മിസും അണ്ടിപ്പരിപ്പും എല്ലാം വറുത്ത് കോരി പിന്നെ ഇതാ നമ്മുടെ മസാലയൊക്കെ റെഡിയാക്കി ഞാൻ ഷുട്ടൂനെ പെട്ടെന്ന് തന്നെ അമ്മൂൻ്റെ അടുത്ത് കളിക്കാനാക്കി കാണാണ്ട് അങ്ങോട്ടേക്ക് ഓടി. നമുക്ക് ചക്കരക്കല്ല് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. എന്താ പറയുക, സന്ധ്യ ആയതുകൊണ്ട് തന്നെ നല്ല റഷ് ഉണ്ടായിരുന്നു ചക്കരക്കല്ലിലേക്ക്. അങ്ങനെ നമ്മൾ എങ്ങനെയൊക്കെയോ മാറ്റി ഓടി പിടിച്ചങ്ങ് എത്തി. എൻ്റെ മസാല ആക്കി വെച്ചിട്ടുണ്ട്, ഞാൻ പോകുമ്പോഴേക്കും അമ്മ ചോറാക്കി വെക്കാമെന്ന് വെച്ചു പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ബേബി കെയറിൽ പോയി നമ്മൾ അന്വേഷിച്ച സാധനം കിട്ടിയില്ല. പിന്നെ നേരെ നമ്മുടെ ചക്കരക്കര സ്വീറ്റ് എക്സിലേക്ക് വിട്ടു. നല്ല അടിപൊളി വൈറ്റ് ഫോറസ്റ്റ് കേക്കൊക്കെ വാങ്ങിച്ച് നമ്മൾ പിന്നെ നേരെ ATMിലേക്കുള്ള നടത്താണ്. എൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ തന്നെ കേക്ക് വാങ്ങി ഞാൻ തന്നെ ഹാപ്പി ബർത്ത്ഡേ എഴുതിച്ചു. കുറേ പലഹാരങ്ങൾ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു ATMിൻ്റെ അപ്പുറത്ത്. പക്ഷേ ഞാൻ കൺട്രോൾ ചെയ്തൊന്നും ഒന്നും വാങ്ങിക്കില്ല. അങ്ങനെ പിന്നെ നേരെ തിരിച്ച് സ്വീറ്റെക്സിലേക്ക് വന്നതാണ്. നമ്മുടെ കേക്കൊക്കെ എഴുതി പാക്ക് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വേറെ പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല. നേരെ നമ്മൾ വീട്ടിലേക്ക് പോയി. അപ്പോഴേക്കും ഷുട്ടൂനെ പിന്നെ നേരെ പിക്ക് ചെയ്തു. അപ്പോൾ നമ്മളിതാ കേക്ക് കട്ടിങ്ങിലേക്ക്. ആരുടെ ബർത്ത്ഡേ ആയാലും കേക്ക് എനിക്കുള്ളതാന്നുള്ള ഭാവമായിരുന്നു ഷുട്ടൂന്. ആൾക്ക് എന്തായാലും കട്ട് ചെയ്യണം, ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഷുട്ടൂപ്പിൻ്റെ ഫ്രണ്ട്സാണ്. ഇവൾക്ക് എൻ്റെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ കുറേ ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ എല്ലാവരെയും വിളിച്ചു. അവരുള്ളതുകൊണ്ട് പിന്നെ നമ്മൾ കേക്കൊക്കെ എല്ലാവരും കൂടെ കട്ട് ചെയ്തു. അപ്പോഴേക്കും ഞാൻ വരുമ്പോഴേക്കും അമ്മ ചോറൊക്കെ ആക്കി വെച്ചതുകൊണ്ട് നമ്മുടെ ബിരിയാണിയൊക്കെ ദമ്മിട്ട് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെ എല്ലാവരും പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് അവർക്കൊക്കെ ഫുഡ് കൊടുത്തു. ഷുട്ടു ഏച്ചിമാരുടെ കൂടെ തന്നെ കഴിച്ചു. ആൻഡ് ലാസ്റ്റ് ഞാൻ എൻ്റെ ബർത്ത്ഡേ ബിരിയാണിയും കൂടെ കഴിച്ച് അടിപൊളിയായിട്ട് ഈ വർഷത്തെ ബർത്ത്ഡേ സൂപ്പർ ആൻഡ് ഹാപ്പി ആയിട്ട് സെലിബ്രേറ്റ് ചെയ്തു.